ഈ സ്പിൽവേയുടെ ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നു വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മാത്യു ടി തോമസ് പറഞ്ഞത്. ഇത് നിയമസഭാ രേഖകളിൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വസ്തുത മനസ്സിലാക്കാതെയാണോ മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിച്ചത്? തീർച്ചയായിട്ടും വസ്തുത മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഹൈബിയുടെ അദ്ദേഹം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഉണ്ടല്ലോ, അതിൽ ചോദ്യം 30/11/18 തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ? മറുപടി: തോട്ടപ്പള്ളി സ്പിൽവേ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2018 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിൻ്റെ ചെയിൻ്റെ ഹുക്ക് ഒടിഞ്ഞു പോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ പ്രസ്തുത ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിൻ്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. അതിൽ പ്രത്യേകമായി ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിൻ്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. പ്രസ്തുത സ്പിൽവേയിലെ ഷട്ടറുകൾ ഏതെങ്കിലും കാലതാമസം ഉണ്ടായോ? ഇല്ല. പിന്നെ ആ ചോദ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹം നിയമസഭയിലുണ്ട്. എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശ ലംഘനം കൊടുക്കാൻ ഇത്ര നേരം അത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് ഇലക്ഷന് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ നിയമപരമായ നടപടി ഉപയോഗിച്ചിട്ടാണോ? അല്ലാതെ പിന്നെന്താ? ഇല്ല, ഇതിൽ വസ്തുത എന്തെങ്കിലും വേണ്ടേ? ഞാൻ തന്നെ നിയമസഭയിൽ ചെയ്ത മറുപടിയാണ്. ഇനി അതിൽ കൂടെ എന്താ പറയാനുള്ളത്? പ്രളയത്തിന് മുമ്പേ തുറന്ന ഷട്ടർ പ്രളയം വന്നതിന് ശേഷം തുറക്കാഞ്ഞതിനെ കുറിച്ചാണ് മാത്യു ടി തോമസ് ആരോപണം ഉന്നയിച്ചത്. അല്ല, ക്ഷമിക്കണം, മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്. മാത്യു ടി അതെ, അത് ഷട്ടർ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് നിയമസഭയിൽ ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മേരി മാതാ കമ്പനിക്ക് അങ്ങനെ എന്തെങ്കിലും അവിടെ തോട്ടപ്പള്ളിയിൽ ഇടപാടുള്ളതായിട്ട് അറിയാമോ അങ്ങേക്ക്? എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇടപാടുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ പുറത്തു വന്ന ശബ്ദരേഖ അങ്ങയുടേതല്ലെന്ന് അങ്ങേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഞാനതൊന്ന് നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. വക്കീലുമായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് അതിനുവേണ്ടി നിയമ ഉപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ?